പ്രൈസിലോ ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ മോർണിംഗ് ഡിവോഷന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ എന്ന പുസ്തകമാണല്ലോ. അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുകയുണ്ടായി. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഇസ്രായേൽ രാജാവായി ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ ശലോമോൻ ആണെന്ന് അതിൻ്റെ 1-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. തൻ്റെ മകനു വേണ്ടിയാണ് താൻ ഇത് എഴുതിയെന്ന് 8-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യരായ നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ വിവേകത്തോടും പരിജ്ഞാനത്തോടും ദൈവികമായി എങ്ങനെ മുന്നേറി ജീവിക്കാം എന്നുള്ള പ്രമാണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ ശലോമോൻ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വാക്കുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അതായത് പരിജ്ഞാനം, നീതി, ന്യായം, നേർ, ഉപദേശം, വിദ്യാഭിവൃദ്ധി, വകതിരിവ്, ഇങ്ങനെ മുതലായ വാക്യങ്ങൾ ഈ 1 മുതലുള്ള 10 വരെയുള്ള വേദഭാഗത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമായ അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിക്കാൻ. അപ്പോൾ ഈ പ്രബോധനം ലഭിക്കാൻ എന്ന് എഴുതിയിരിക്കുമ്പോൾ നമുക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയുടെ ആവശ്യം നമുക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ വാക്യത്തിൽ തന്നെ വ്യക്തമാകും. കാരണം ഈ പരിജ്ഞാനം, നീതി, ന്യായം, നേർ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ പാസ്റ്റ് ലൈഫിലേക്ക്, കഴിഞ്ഞു പോയ നമ്മുടെ ഒരു ജീവിതത്തിൽ പുറകിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പരിജ്ഞാനമില്ലാത്തവരായിരുന്നു. എടുത്തു പറയത്തക്ക നീതിയൊന്നും നമ്മുടെ ജീവിതത്തിലില്ലായിരുന്നു. നമ്മൾ ന്യായമുള്ളവരായിരുന്നില്ല. നമ്മൾ നേരെ ഹോണസ്റ്റായിട്ടുള്ള ആയിരുന്നില്ല. അങ്ങനെ ഒരുപാട് കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അത് നമ്മുടെ കുറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് എന്നുള്ള കാര്യം ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ ശലോമോൻ രാജാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ശലോമോൻ രാജാവിൻ്റെ ജ്ഞാനം എത്രയോ പ്രശംസനീയമാണ് എന്ന് നമുക്ക് ആ മുന്നോട്ടുള്ള ശലോമോൻ്റെ ജീവിത പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. താൻ ആ അറിവ്, ആ ജ്ഞാനം ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചതിനാണെന്നും തൻ്റെ ഈ ജ്ഞാനത്തിൻ്റെ മഹാത്മ്യം കേൾക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നു കൂടുന്നതായിട്ട് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 3-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ശലോമോൻ്റെ ജ്ഞാനം വളരെ പ്രശംസനീയമായ ഒന്നാണ്. അപ്പോൾ താനത് പ്രാപിച്ചത് ദൈവത്തിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ നമ്മളെക്കുറിച്ച് പറയുന്നത് ഈ പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്ക് വേണ്ടി നമ്മൾ പ്രബോധനം ലഭിക്കണം. നമുക്ക് പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് അജ്ഞരായിട്ടാണ് നമ്മൾ ജീവിച്ചത്. നമുക്ക് ദൈവം ആരെന്നറിയത്തില്ല, ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നറിയത്തില്ല, മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണമെന്നറിയത്തില്ല, എങ്ങനെ നന്നായി ജീവിക്കണമെന്നറിയത്തില്ല. അങ്ങനെ ഒരു കാര്യത്തിലും നമുക്ക് യാതൊരു ബോധവും ഒരു വകതിരിവുമില്ലാതെ ജീവിച്ചിരുന്ന നമ്മളെ വലിയനായ ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മളെ സ്നേഹിച്ചു, നമ്മളെ ഒരു പുതിയൊരു മാർഗത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ശലോമോൻ്റെ ജീവിതം, ശലോമോൻ്റെ ജ്ഞാനം എത്രയോ പ്രശംസനീയമായ ഒന്നാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മൾ കണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് താൻ തന്നെ പറയുന്ന ഒരു സാക്ഷ്യമാണ് ശലോമോനിനേക്കാൾ വലിയവനെന്ന്. അതായത് ശേബാരാജ്ഞി ശലോമോൻ്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. അതായത് കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറയുകയാണ്, താൻ ശലോമോനിലും വലിയവനാണ് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, എന്തായിരുന്നു യഥാർത്ഥമായ ഭക്തി, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥമായ ജ്ഞാനം എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ വലിയവനായ ദൈവം നമ്മളെ ആ അറിവിലേക്ക്, ആ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവന്നു. അതിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കൊലോസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവനിലല്ലോ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നത്. അവനിലല്ലോ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലാണ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപമൊക്കെയും ഗുപ്തമായിരിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ അറിയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ജ്ഞാനം എന്നുള്ളത്. നമ്മുടെ പരിജ്ഞാനം എന്നുള്ളത് നമ്മുടെ കർത്താവിനെ ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ജ്ഞാനം.
അതുപോലെ പ്രിയ ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മൾ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പായിട്ട് നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണുമ്പോൾ നമ്മൾ ആ പരിജ്ഞാനത്തിൻ്റെയും ആ നീതിയുടെയും എല്ലാം ഒരു പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ കർത്താവിനെ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ അറിയുന്നത്? അവനെ നമ്മൾ എങ്ങനെയാണ് അനുഭവിച്ചറിയുന്നത്? കർത്താവിൻ്റെ വചന വായനയിലൂടെ, വചന ധ്യാനത്തിലൂടെ, പ്രബോധനത്തിലൂടെയൊക്കെയാണ് നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അനുഭവിച്ചറിയുന്നത്. വലിയവനായ ദൈവം വരും ദിവസങ്ങളിൽ നമ്മുടെ കർത്താവിനെ കൂടുതൽ അനുഭവിച്ചറിയുവാൻ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. നമ്മൾ അതിനായി കൂടുതൽ സമയങ്ങൾ കണ്ടെത്തി ദൈവനാമ മഹത്വത്തിനായി നമ്മുടെ ജീവിതം ജീവിക്കുവാൻ ഈ എളിയ ചിന്തകളാൽ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.